തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം യുവാവിന്റെ ഇരു കണ്ണുകളും നീക്കം ചെയ്യേണ്ടി വന്നതായി മാതാപിതാക്കൾ. തൃക്കൂർ കുങ്ങാട്ടുപറമ്പിൽ ചന്ദ്രൻ വത്സല ദമ്പതികളുടെ മകൻ സനൂപിനാണ് കാഴ്ച നഷ്ടമായത്. കാൽമുട്ടുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ സനൂപിന് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കണ്ണുകൾ നഷ്ടമായതെന്ന് കുടുംബം ആരോപിച്ചു. ഇക്കഴിഞ്ഞ ജൂൺ 5-നാണ് കാൽമുട്ടുവേദനയെ തുടർന്ന് സനൂപ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ആശുപത്രിയിലെത്തി കുത്തിവെപ്പെടുത്തതോടെ കയ്യിൽ നീര് വന്ന് അനക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നീട് കയ്യിൽ പഴുപ്പ് ബാധിക്കുകയും കണ്ണിൽ നിന്നും രക്തം വരികയും കാഴ്ച മങ്ങുകയും ചെയ്തു. തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചു. പഴുപ്പ് ബാധിച്ചതിനാൽ കണ്ണ് തുന്നിക്കെട്ടാൻ എന്ന പേരിൽ മാതാപിതാക്കളിൽ നിന്നും സമ്മതപത്രം ആശുപത്രി അധികൃതർ ഒപ്പിട്ടു വാങ്ങിയെന്നും പഴുപ്പ് കുറയാതെയായതോടെ ജൂൺ 28-ന് കണ്ണുകൾ നീക്കം ചെയ്യേണ്ടി വന്നുവെന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന ഡോക്ടർമാരോ മറ്റു ജീവനക്കാരോ കൃത്യമായി പറഞ്ഞില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ICUവിൽ കിടന്ന് നോക്കുമ്പോൾ ഞാൻ അരമണിക്കൂർ കാണാൻ പോകുമ്പോൾ എൻ്റെ മോൻ്റെ കണ്ണി കൂടിയും വായ കൂടിയും മൂക്കി കൂടിയും ഒക്കെ ചെവിട്ടി കൂടിയും ഒക്കെ വരും ചോര. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഡോക്ടറെ അടുത്ത് ചോദിച്ചോളൂ, ഞങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടെന്ന്. ഡോക്ടറെ കാണാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടില്ല, അവരൊന്നും പറയൂല ഞങ്ങളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഇങ്ങോട്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു മിഴി തുന്നി പിടിപ്പിക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മോൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മിഴി തുന്നി പിടിപ്പിക്കാനായിട്ട് ഒപ്പിട്ട് കൊടുത്തു. ഒന്നും എഴുതാനും വായിക്കാനും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കണ്ണ് തുറന്ന് കളയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലെങ്കിൽ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണിച്ച് ഞങ്ങളെ അവർ ആസ്പത്രിക്കാർ ചതിക്കുകയാണ് ചെയ്തത്. ഇനി ആവശ്യം എൻ്റെ മോനെ കണ്ണ് കിട്ടണം, അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാം. 36 വയസ്സായിട്ടുള്ള എൻ്റെ മോനെ. പിന്നീട് വ്യക്തമായ സമ്മറി കാർഡ് നൽകാതെ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടതായും കുടുംബം പറഞ്ഞു. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയപ്പോൾ സനൂപിനെ ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതരുടെ മറുപടി. രേഖകളെല്ലാം മനഃപൂർവ്വം നശിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നു. ഇഞ്ചക്ഷൻ വെച്ച് അവരടുത്ത് സൂചി ഊരാൻ പറഞ്ഞു, സൂചി ഊരിയില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൈ വീർത്തു, തടിച്ചു ആകെ. ഒരു ദിവസം എന്നെ ICUവിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുണ്ടായിരുന്നു. പണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് കണ്ണുമ്മ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര വാനൊക്കെ എടുക്കണ്ടായിരുന്നു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റും കഴിഞ്ഞു. കൊണ്ടുപോക്കോ ഇനി വീട്ടിൽ പോയിട്ട് അഴിച്ചു കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഈ മുറി 5 വയസ്സുള്ള മകനും മാതാപിതാക്കളും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സനൂപിന് ഇപ്പോൾ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഭാര്യ നേരത്തെ മരിച്ചു. സാമ്പത്തിക പ്രയാസം മൂലം ചികിത്സയും മുടങ്ങി. കൃത്യമായി ചികിത്സ നൽകിയാൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണിവർ. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. അമൃത ന്യൂസ്, തൃശൂർ.